അസ്സലാമലൈക്കും. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ളൊരു അടുത്തൊരു പരീക്ഷണമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സംഭവം നല്ല കിഡിലൻ ടേസ്റ്റ് ആണ്, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. ഒരു 10 മിനിറ്റിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം നല്ല എരിവും മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ല ടേസ്റ്റിയാണ്. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, മല്ലിയില, പുതിനയില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇനി പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 മുട്ട മതിയാവും, 2 മുട്ട തന്നെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു മുട്ട കയ്യിലുണ്ടെങ്കിൽ ഒരു മുട്ടയാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 1/4 ഗ്ലാസ് അത്രയ്ക്ക് വേണ്ടുള്ളൂ കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്ത ശേഷം നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചുള്ള ഒരു പച്ചക്കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ എരിവ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. വേറെ നമ്മൾ ഇതിലേക്ക് എരിവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തത് കേട്ടോ. പക്ഷേ ഇത് കറക്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതാ റെഡിയാക്കി തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി കേട്ടോ. എന്നിട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ, സിമ്പിൾ അല്ലേ. നമ്മൾ ബ്രെഡ് എടുക്കുക, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പേസ്റ്റും കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സൈഡിലേക്ക് ആക്കി വെച്ചാൽ മതി. ഇനി ബാക്കി വന്നാൽ നമ്മളെ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് വേസ്റ്റ് ചെയ്യേണ്ട, അത് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങോട്ട് ഒഴിച്ചോളി. ഇനി തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. മേൽഭാഗം വെന്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ വേവാനും വേണ്ടി. ഒരു ആവശ്യത്തിന് ഉണ്ടാക്കിയത് ഇതിപ്പോൾ ഇതെങ്ങനെ തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോകുന്നുള്ള ഒരു ആകെ ടെൻഷൻ ആയിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഡീമോൾഡ് ചെയ്ത് എടുക്കാന്ന്. സാധാരണ ഞാനിങ്ങനെ എന്ത് സാധനം ഉണ്ടാക്കിയിട്ട് ഡീമോൾഡ് ചെയ്യുമ്പോഴും അത് തിരിച്ചതിലേക്ക് വരാറില്ല കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇത് ഠും എന്ന് പറഞ്ഞിട്ട് നമ്മളെ പാത്രത്തിലേക്ക് ശരിക്കും കേട്ടോ. ഇതേപോലെ ഡീമോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, വേറെ ഒന്നിനും കിട്ടൂല കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിരിച്ചൊന്നുകൂടി കുക്ക് ചെയ്യണമല്ലോ മേൽഭാഗം. അപ്പോൾ വേറെ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പാനിലേക്ക് തന്നെ തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു അളവിൽ ഈ ഒരു പാനേ ഉള്ളൂ, അതുകൊണ്ടാണ് വേറെ പാത്രത്തിൽ കുക്ക് ചെയ്തിട്ട് പിന്നെ ഈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ തിരിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ചൂടോട് തന്നെ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്ന പോലെ കഴിക്കാം കേട്ടോ. അപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ എൻ്റെ പൊന്നോ നല്ല അടിപൊളി കിടലൻ ടേസ്റ്റ് കേട്ടോ. എരിവൊക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെ ഒരു മല്ലിയിലേൻ്റെ പുതിന ഇലേൻ്റെ ഒക്കെ നല്ല ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോസൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ബ്രെഡ് മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ